വിച്ചുവിനെ കൊണ്ട് അവളുടെ വീട്ടിലാക്കിയിരുന്നു. അവളുടെ മുഖം കണ്ട് കാര്യം പന്തിയല്ലെന്ന് തോന്നിയ ശങ്കരൻ ശ്രീയോട് കാര്യം തിരക്കിയപ്പോൾ ആദർശ് അവളെ കാണാൻ വന്നതും മനസ്സ് വേദനിപ്പിച്ചതും പറയേണ്ടി വന്നു. പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഉമ്മറത്ത് വന്ന വിധുവിനെ ശ്രീ കാണുന്നത്. വരിഞ്ഞു മുറുകിയ മുഖവും പേശികളും തെളിഞ്ഞു കാണുന്ന കഴുത്തിലെ ഞരമ്പുകളും ചുവന്ന കണ്ണുകളും കണ്ട് ശ്രീ ഉമ്മിനീർ ഇറക്കിപ്പോയി. വിച്ചു പ്രത്യേകം പറഞ്ഞതാണ് വിധു ഒന്നും അറിയരുതെന്ന്. അവൻ ശങ്കരനെ ദയനീയമായി ഒന്ന് നോക്കി. അദ്ദേഹം അവനെ നോക്കി കണ്ണു ചിമ്മി. ആർക്കും മറുപടി കൊടുക്കാനുള്ള അവസരം നൽകാതെ ബൈക്കുമെടുത്ത് വിധു കാറ്റുപോലെ പാഞ്ഞുപോയി. ശ്രീ തലയിൽ കൈവച്ച് നിന്നു. സുധയോടും ശങ്കരനോടും യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. തിരിഞ്ഞു നോക്കിയെങ്കിലും വിച്ചുവിനെ പുറത്തേക്ക് കണ്ടില്ല. പക്ഷേ അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോകുന്നത് അവൾ ജനാലയിലൂടെ നോക്കി നിന്നു. പതിയെ അവളുടെ മിഴികൾ നിറയുവാൻ തുടങ്ങി. ഇതേ സമയം വീട്ടിലെത്തി ആദർശ് റൂമിലേക്ക് എത്തിയപ്പോൾ മായ അവനുള്ള ചായയും എടുത്ത് പിന്നാലെ ചെന്നു. ഷർട്ട് മാറ്റി ലുങ്കി എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് അവൻ്റെ ഉടലഴകളാക്കുന്ന മായയെ അവൻ കാണുന്നത്. അവൻ്റെ ദേഷ്യം ഇരച്ചു കയറി. ആരോട് ചോദിച്ചിട്ടടി നിന്റെ റൂമിൽ കയറിയത്? മായ അവനെ വശ്യമായി ഒന്ന് നോക്കി. ഒരു ചായ പോലും ആദർശേട്ടന് തരാൻ ഇവിടെ ആരുമില്ല. ഭാര്യയുള്ളത് പോയില്ലേ, പിന്നെ ഞാനെങ്കിലും ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അവൾ വശ്യമായി പറഞ്ഞു. അവൻ അവളിൽ നിന്നും മാറി നിന്നു. എനിക്ക് ചായ തരാൻ നീ എൻ്റെ ഭാര്യയല്ലല്ലോ. ഭാര്യയില്ലെങ്കിൽ അമ്മയുണ്ട്, അല്ലാതെ എൻ്റെ കാര്യത്തിൽ കൂടുതൽ നിനക്ക് ഉത്തരവാദിത്വം വേണ്ട. നിന്റെ ഉദ്ദേശം എന്തായാലും എൻ്റെ അടുത്ത് നടക്കില്ല. അവളെ നോക്കി അരിശത്തോടെ അവൻ പറഞ്ഞു. മായ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവനോട് പിന്നെയും മുട്ടി. അവളുടെ ശരീരം അവനിൽ അമർന്നതും വിറയലോടെ അവൻ നീങ്ങി നിന്നു. അവളുടെ കണ്ണുകളിൽ വിജയഭാവം തെളിഞ്ഞു. എത്ര കാലം ആദർശേട്ടാ ഒരു പെണ്ണിൻ്റെ ചൂടില്ലാതെ ജീവിക്കും? ഏട്ടൻ മനസ്സ് വെച്ചാൽ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ കഴുത്തിലൊരു താലി കെട്ട്. ഏട്ടനൊപ്പം എന്നും ഞാനുണ്ടാവും. അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അവളെ തള്ളിമാറ്റി മുന്നോട്ട് നടന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ആദർശ് പല്ല് കടിച്ചുകൊണ്ട് അവളെ തുറച്ചു നോക്കി. ടേബിളിൻ്റെ പുറത്തു നിന്നും ഒരു സ്ട്രിപ്പ് എടുത്ത് അവൾ അവനു നേരെ കാണിച്ചു. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഇതുകൊണ്ടായിരുന്നല്ലേ അവൾ പ്രഗ്നൻ്റ് ആകാതിരുന്നത്? അവൻ മനസ്സിലാകാതെ അവളെ നോക്കി. ഓ, മറന്നുപോയോ? പ്രൊട്ടക്ഷൻ പിൽസ്, അവൾ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ അവനൊന്നും നടങ്ങി. ഇത്രയും നാളും മനഃപൂർവ്വം മറന്നതായി ഭാവിച്ച വലിയൊരു സത്യം. പലപ്പോഴും ഒരു കുഞ്ഞു പിറക്കാത്തതിന് മറ്റുള്ളവർക്ക് മുന്നിൽ തലകുനിച്ചു നിന്ന വിച്ചുവിനെ അവൻ ഓർമ്മ വന്നു. താനായി അവൾക്ക് നിഷേധിച്ച അവളുടെ മാതൃത്വം എന്ന വലിയ സത്യം. നിനക്കൊരു കുഞ്ഞിനെ തരാത്തതാണ് എനിക്ക് അവളോടുള്ള ഇഷ്ടക്കേടെന്ന് പലപ്പോഴും അമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും കണ്ണു നിറച്ച് തന്നെ നോക്കുന്നവളുടെ നോട്ടം അവഗണിച്ചതേ ഉള്ളൂ. അതങ്ങനെയാണല്ലോ, ഒരു കുഞ്ഞുടനെ കിട്ടിയില്ലെങ്കിൽ അവിടെ കുഴപ്പം സ്ത്രീകൾക്കായി ചാർത്തി കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പം മനസ്സിലായില്ലേ ആദർശേട്ടന്? അവൾക്ക് ഏട്ടൻ്റെ കുഞ്ഞിനെ പോലും പ്രസവിക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ടല്ലേ ഉപേക്ഷിച്ചു പോയത്. വിച്ചുവിന്മേൽ കുറ്റം ആരോപിച്ച് പറയുന്നവളെ അങ്ങനെയല്ലെന്ന് തിരുത്താൻ പോലും അവൻ ശ്രമിച്ചില്ല എന്നതാണ് മറ്റൊരു സത്യം. കോളിംഗ് ബെൽ തുടർച്ചയായി അടിക്കുന്നത് കേട്ടാണ് മാധവി ഉമ്മറത്തേക്ക് വന്നത്. മുന്നിൽ നിൽക്കുന്നയാളെ കണ്ട് അവരൊന്ന് പതറി. തിരിഞ്ഞവർ അകത്തേക്കോടി ആദർശിനെ വിളിച്ചു പോവാൻ തുടങ്ങി. അവരുടെ ഉറക്കെയുള്ള വിളി കേട്ട് ആദർശ് വേഗം താഴോട്ടേക്ക് ഇറങ്ങി വന്നു. പിന്നാലെ മായയും. ഒരുമിച്ച് പുറത്തേക്കിറങ്ങി വന്ന ആദർശിനെയും മായയും കണ്ട് വിധുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് മായ ഭയത്തോടെ മാധവിയെ നോക്കി. അവരുടെ മുഖത്തും അതേ ഭാവമായിരുന്നു. വീട്ടിൽ ഇവളെ കയറ്റി പൊറുതി തുടങ്ങിയിട്ടാണോടാ നീ വീണ്ടും എൻ്റെ അനിയത്തിയുടെ പിന്നാലെ വരുന്നത്? മായയെ നോക്കി പുച്ഛത്തോടെ വിധു ആദർശിനോട് ചോദിച്ചു. ആദർശ് അവനെ നോക്കി പല്ല് കടിച്ചു. അവസാനം തമ്മിൽ കാണുമ്പോൾ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി വിച്ചുവിൻ്റെ പിന്നാലെ വരരുതെന്ന്. പക്ഷെ നീ കേട്ടില്ല. എൻ്റെ പേര് പറഞ്ഞ് അവളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണെങ്കിൽ അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? അവൾ കാരണമാണ് ഞാൻ വിവാഹം കഴിക്കാത്തതെന്നോ? അവൾ എനിക്കൊരു ബാധ്യതയാണെന്നോ? ഞാൻ എൻ്റെ പെണ്ണിനെ അകറ്റി നിർത്തിയേക്കുന്നത് എൻ്റെ വിച്ചു കാരണമാണെന്നോ? എന്നാ നീ കേട്ടോ, ഉടനെ തന്നെ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടും. എൻ്റെ വിവാഹം കഴിഞ്ഞാലും എൻ്റെ അനിയത്തിയെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് നീ കണ്ടോ. ഈ ലോകത്തെ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും എൻ്റെ വിച്ചുവിനെ ഞാൻ അകറ്റില്ല. ഇനി അവളുടെ നിഴൽ വട്ടത്ത് പോലും നിന്നെ കണ്ട വകുപ്പുകൾ ഒരുപാടുണ്ട്. നീ അകത്താകും, നിൻ്റെ ഈ അമ്മയും. ഓർത്തോ നീ. മറുപടി ഏതും പറയാതെ ആദർശ് അവനെ നോക്കി നിന്നു. വിധു വണ്ടിയിൽ കയറും മുൻപ് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഇനിയും വിച്ചുവിനെ തിരികെ നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കണ്ട. കാരണം അവളുടെ മനസ്സിൻ്റെ കോണിൽ പോലും താനില്ല. തൻ്റെ ഓർമ്മകളും ഒരൊപ്പോടുകൂടി അവസാന ബന്ധവും അകലും. ഒരാഴ്ച, അതിനുള്ളിൽ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തിരികെ അയച്ചേക്കണം.
ഇല്ലെങ്കിൽ ഈ വിഹാൻ ശങ്കർ ആരാണെന്ന് താൻ അറിയും. ആദ്യേട്ടനെ ഓർത്ത് മാത്രം വേണ്ടാന്ന് വെച്ച പലതും എനിക്ക് ചെയ്യാൻ പറ്റും. അവസാനം അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞ താക്കീതും നോട്ടവും മാധവിക്ക് നേരെയായിരുന്നു. അവർ തലകുനിച്ചു നിന്നു. വിധു ബൈക്കിൽ കയറി ഒന്നുകൂടി തിരിഞ്ഞ് മായയെ നോക്കി. നിനക്കുള്ള ചായയും പരിപ്പോടെയും ഞാൻ പിന്നെ തരുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ ബൈക്കെടുത്ത് പാഞ്ഞുപോയി. മായ നിന്ന് വിറയ്ക്കുവാൻ തുടങ്ങി. ആദർശ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയതും വർദ്ധിച്ച ദേഷ്യത്തോടെ മാധവി അവൻ്റെ പിന്നാലെ ചെന്നു. ആദർശേ, നീ ഒന്ന് നിന്നേ. അവൻ അവിടെ നിന്ന് നേരെ അവരെ തിരിഞ്ഞു നോക്കി. നീ എന്തിനാണ് അവളെ കാണാൻ പോയത്? ഇങ്ങനെ പിന്നാലെ പോകാൻ മാത്രം എന്ത് മേന്മ അവൾക്കുള്ളത്? കണ്ടില്ലേ ഓരോരുത്തന്മാർ വീട് കയറി ഇറങ്ങുന്നത്? ആ ചെറുക്കനൊരു അന്തവും കുന്തവും ഇല്ലാത്തവനാ. വല്ല കള്ളക്കേസും ഉണ്ടാക്കി നമ്മളെയൊക്കെ പെടുത്തിയെന്ന് വരും. ഇനി നീ അവളെ കാണാനോ തിരികെ വരാൻ പറയാനോ പാടില്ല. അങ്ങനെ വല്ലതും ഞാൻ അറിഞ്ഞാ നീ ഈ അമ്മയെ മറന്നേക്ക. അവരതും പറഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ അവൻ നിസ്സഹായനായി നോക്കി നിന്നു. വീട്ടിലേക്ക് വന്ന വിധു നേരെ പോയത് വിച്ചുവിൻ്റെ അടുത്തേക്കായിരുന്നു. ഏതോ ഒരു ബുക്ക് വായിച്ച് ചിന്തകളിൽ കണ്ണും നട്ടിരിക്കുന്നവളെ അവൻ വലിച്ചു നെഞ്ചോട് ചേർത്തിരുന്നു. വിച്ചു പകച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ കവളിൽ നീർത്തുള്ളികൾ പതിഞ്ഞപ്പോഴാണ് അവൾ വെപ്രാളത്തോടെ അവൻ്റെ മുഖം പിടിച്ചുയർത്തി നോക്കിയത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുഖത്ത് നിഴലിക്കുന്ന സങ്കടം കണ്ട് വിച്ചു അവൻ്റെ ഇരു കവളിലും കൈകൾ ചേർത്ത് അവനെ അലിവോടെ നോക്കി. വിധു അവളുടെ കൈകൾക്കുമേലെ കൈവച്ച് അവളെ നോക്കി. എന്താ എൻ്റെ ഏട്ടന് ഇത്ര സങ്കടം? വിധു അവളെ വലിച്ച് അവനെ മാറോട് ചേർത്ത് ഇറുക്കപ്പുണർന്നു. എനിക്കെൻ്റെ മോള് ഒരിക്കലും ബാധ്യതയല്ല. നീ എൻ്റെ ജീവനാ. എനിക്ക് നീ ഒരു ബാധ്യതയാണെന്ന് തോന്നുന്നുണ്ടോ? നീ കാരണമല്ല മോളെ ഞാൻ വിവാഹം നീട്ടിവെച്ചത്. മനസ്സ് പാകപ്പെടുന്നുണ്ടായിരുന്നില്ല ഒന്നിനും. നിന്റെ ജീവിതം ഇങ്ങനെയായപ്പോൾ ഒരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാനുള്ള മനസ്സൊന്നും ഏട്ടനില്ല മോളെ. അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു. ഏട്ടാ, എന്താ ഇത്? ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ. അയാൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് തളർന്നു പോയെന്നുള്ളത് ശരിയാ. പക്ഷേ ശ്രീ പറഞ്ഞപ്പോൾ എന്നെ തകർക്കാനുള്ള അയാളുടെ പുതിയ വഴിയായേ എനിക്ക് തോന്നിയുള്ളൂ. എന്ത് ചെയ്തിട്ടായാലും ഞാൻ തിരികെ പോകണം, അതിനുള്ള ഉദ്ദേശമാണ് അയാൾക്ക്. വിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നറിഞ്ഞതും അവൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് നിറഞ്ഞു. അവൾ മുഖമുയർത്തി അവന് നേരെയിരുന്നു. വിധു സംശയത്തോടെ അവളെ നോക്കി. ഏട്ടാ, ഞാൻ ഇനി ആവശ്യപ്പെടുന്ന കാര്യം സമ്മതിക്കുമെന്ന് ഏട്ടൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അവൻ്റെ വലത് കൈ അവളുടെ നെറുകയിൽ വെച്ചുകൊണ്ട് വിച്ചു പറഞ്ഞതും വിധു അവളെ സംശയത്തോടെ നോക്കി. ഇനി എനിക്ക് വേണ്ടി ഏട്ടൻ അരുണിയെ ഒഴിവാക്കരുത്. അവളുടെ നെഞ്ചു പൊടിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളിൽ കുറ്റബോധമാണ് ഏട്ടാ. എന്നേ ഒന്നായി ജീവിക്കേണ്ടവരായിരുന്നില്ലേ നിങ്ങൾ? ഇനിയും ഈ അകലം വേണ്ട. നാളെ ഏട്ടൻ അച്ഛനെയും അമ്മയും കൂട്ടി അവിടെ പോകണം പെണ്ണ് ചോദിക്കാൻ. സത്യം ചെയ്യേട്ടാ. അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അവൻ തല കുലുക്കി. സത്യം, നാളെ തന്നെ പോവാം. പക്ഷേ മോളിനി കരയരുത്. അത് ഏട്ടന് സഹിക്കില്ല. അവളില്ലെന്നു തലയാട്ടി. വിധു അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. വിച്ചു തിരിച്ചും. പുറത്തുനിന്ന് അവരുടെ സംസാരം കേട്ടു നിന്ന ശങ്കരനും സുധയും പരസ്പരം നോക്കി. സുധ സാരി തലപ്പുകൊണ്ട് കണ്ണുനീരൊപ്പി. എടാ മതി, ഇങ്ങനെ കിടന്ന് കുടിച്ചാലേ നിന്റെ കരളെല്ലാം അടിച്ചു പോവും. വായിലേക്ക് വെള്ളം പോലും ചേർക്കാത്ത മദ്യക്കുപ്പി കമഴ്ത്തുന്ന ആദർശിനെ നോക്കി അവൻ്റെ കൂട്ടുകാരൻ സന്തോഷ് പറഞ്ഞു. അടിച്ചു പോട്ടടാ, ഞാൻ നശിച്ചാലും ആർക്കാ ഛേദം? നിവർന്നിരുന്ന് അവനെ നോക്കി ആദർശ് പറഞ്ഞതും സന്തോഷ് പുച്ഛത്തോടെ അവനെ നോക്കി. നിനക്ക് തന്നെ. അവള് പോയെങ്കിൽ പോട്ടെന്ന് വെക്കടാ, അല്ലാതെ ഇങ്ങനെ കുടിച്ച് നശിച്ചിട്ട് ആർക്കു വേണ്ടിയാ? നിനക്കത് പറയാം. അവളെപ്പറ്റി നിനക്കെന്തറിയാം? അവൾ തങ്കമാടാ, തങ്കം. അവളുടെ ഓരോ രൂപകൂമത്തോട് പോലും എനിക്ക് ഭ്രാന്താണ്. അവൾ അലയുമ്പോൾ ഞാനൊരു ഭ്രാന്തനാവും. നിനക്കറിയോ ഞാൻ എന്തിനാ അവളെ അമ്മയാവാൻ സമ്മതിക്കാത്തതെന്ന്? എനിക്കെന്നും അവളെ അറിയണം. അതിനായിരുന്നു. ആദർശിൻ്റെ ലഹരി എന്നും വിസ്മയാണ്. ഈ ഇരിക്കുന്ന മദ്യത്തിന് പോലും തരാൻ കഴിയാത്ത ലഹരി. ഓർമ്മയിൽ അവനൊന്ന് ചുണ്ടു നുണഞ്ഞപ്പോൾ അവൻ്റെ വെളിപ്പെടുത്തലിൽ സന്തോഷമൊന്ന് ഞെട്ടിയിരുന്നു. പിന്നെ അത് കുടിലതയിലേക്ക് വഴിമാറി. പക്ഷേ വിസ്മയ വട്ടപൂജ്യമാണെന്നേ ഞാൻ പറയൂ. ആദർശിൻ്റെ കണ്ണുകൾ കുറുകി. അവൻ സന്തോഷിനെ ഉറ്റുനോക്കി. എടാ, അവൾ ഡേട്ടനെ അറിഞ്ഞിടത്തോളം അപകടകാരിയാണ്. ആദിയേട്ടനെ ഓർത്താണ് അയാൾ ഒന്നും ചെയ്യാത്തത് എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ആദിയേട്ടൻ കളം മാറ്റി ചവിട്ടിയ പണി വരുന്നത് നിനക്കായിരിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? കല്യാണം കഴിഞ്ഞാലും റേപ്പ് കുറ്റം തന്നെയാണ്, പ്രത്യേകിച്ച് ഭാര്യയുടെ സമ്മതം ഇല്ലാതെ ആവുമ്പോൾ. പിന്നെ ഉള്ളത് സ്ത്രീധന പീഡനവും ശാരീരിക പീഡനവും. അവൾക്ക് ഈസിയായി ഡിവോഴ്സ് കിട്ടും. പക്ഷേ നീ നിന്റെ അമ്മയെ അഴിയെണ്ണു. ആദർശ് ദേഷ്യത്തോടെ അവൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു തീർന്നില്ല, വിടടാ. സന്തോഷ് അവൻ്റെ കൈ വിടുവിച്ചതും അവനും നടങ്ങി. നീ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കും കേസിൻ്റെ പോക്ക്. പിന്നെ നിന്റെ മുന്നിൽ പൊന്മുട്ടിയുടെ ഒരു താറാവ് നിൽക്കുമല്ലേ? ആദർശ് അവനെ സംശയത്തോടെ നോക്കി. മനസ്സിലായില്ല?
എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയടാ. ക്ഷമ നശിച്ച് ആദർശ് അവനോട് പറഞ്ഞു. വിസ്മയ്ക്ക് എന്തുണ്ടടാ, ആ പഴയ തറവാടും വിവാഹത്തിനിട്ട് സ്വർണവും. പക്ഷെ മായ എങ്ങനെയാണോ, അവൾ നിന്റെ പിന്നാലെ തന്നെയല്ലേ. കോടികളുടെ ആസ്തിയുള്ള നിന്റെ അമ്മാവൻ്റെ മോൾ. വിസ്മയ പോണെങ്കിൽ പോട്ടടാ, പക്ഷെ മായയെ നീ വിട്ടുകളയരുത്. എന്തായാലും വിസ്മയ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ മടങ്ങി വരില്ല. നീ ഇനി ഭീഷണിയുമായി പോയാലും അവളുടെ ആങ്ങളെ നിന്നെ ഒതുക്കും. നീ ആലോചിച്ച് തീരുമാനിക്കുക. സന്തോഷ് അവൻ്റെ ചുമലിൽ തട്ടി എഴുന്നേറ്റ് പോയപ്പോൾ ആദർശ് അവൻ പറഞ്ഞ വാക്കുകളുടെ പൊരുൾ ചികയുകയായിരുന്നു. അവസാനം അവനൊരു തീരുമാനത്തിലെത്തി. അവിടെ വിസ്മയേക്കാൾ മായയുടെ തട്ട് താണിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വിധു ശങ്കരനെയും സുധയും കുട്ടി അരുണയുടെ വീട്ടിലേക്ക് തിരിച്ചു. വിച്ചു വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ അവളെ നിർബന്ധിച്ചില്ല. അവൾക്ക് ആരൂട്ടിനെ കാണാൻ തോന്നിയിരുന്നു, പക്ഷെ അവളത് പ്രകടിപ്പിച്ചില്ല. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങുന്നവരെ അമ്പരപ്പോടെ നോക്കി നിന്നു. മധുരിമ പുറകിൽ നിന്നും ആരൂട്ടിനെയും കൊണ്ട് ഇറങ്ങി വന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശ്രീയും. ആരൂട്ടിനെ കണ്ടതും അവളുടെ മിഴികൾ തെളിഞ്ഞു. അവൾ ഓടി അവന് നേരെ കൈ നീട്ടിയപ്പോൾ തന്നെ കിന്നരിപ്പല്ല് കാണിച്ച് ആരൂട്ടിൻ അവളിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ കവളിൽ അമർത്തി കടിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. വിച്ചു അവനെ നെഞ്ചോട് ചേർത്ത് മധുരിമയെ നോക്കി പുഞ്ചിരിച്ചു. ആൻറ്റി വാ, ശ്രീ കയറി വാ. അവൾ സന്തോഷത്തോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. ഞാൻ ഒരിടം വരെ പോകുന്നുണ്ട് വിച്ചു. അമ്മയും മോനും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ഞാൻ വൈകിട്ട് വന്ന് കൂട്ടിക്കോളാം. അല്പം തിരക്കാടോ, ഞാൻ പോട്ടെ. ശ്രീ അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ആരൂട്ടൻ്റെ കവളിൽ ചുംബിച്ചു. ആരൂട്ടൻ തിരികെ ശ്രീയെയും ഉമ്മ വെച്ചു. വിച്ചുവിൻ്റെ കവളിൽ തൊട്ട് ശ്രീയോട് പറയുന്ന ആരൂട്ടിനെ നോക്കി ശ്രീയുടെ കണ്ണ് തള്ളി. വിച്ചുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മധുരിമ ആരൂട്ടൻ്റെ അടുത്തേക്ക് വന്ന് അവനെ നോക്കി. ആരൂട്ട, അച്ഛ അമ്മയ്ക്ക് പിന്നെ കൊടുക്കൂട്ടോ. അച്ഛ ഇപ്പോൾ പോയിട്ട് വേട്ടെ. ആരൂട്ടൻ തലകുലിക്കിയപ്പോൾ ശ്രീ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. അവൻ വിച്ചുവിന് നേരെ ദയനീയമായി നോക്കിയപ്പോൾ അവൾ സാരമില്ലെന്ന് കണ്ണു ചെമ്മി. ശ്രീ കാറെടുത്തു പോയതും മധുരിമയും വിച്ചുവും ആരൂട്ടനും അകത്തേക്ക് പോയിരുന്നു. പുണർദത്തിലെത്തിയ അപ്രതീക്ഷിത അതിഥികളെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അരുണി. അവളുടെ ബോധം മറന്നുള്ള നിൽപ്പ് കണ്ട് അരുണിയുടെ അമ്മ സുജാത വെളിയിലേക്ക് വന്നു. ചിരിയോടെ കയറി വരുന്ന ശങ്കരനെയും സുധയും സ്നേഹത്തോടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. കാറിൽ നിന്നും ഇറങ്ങി വരുന്നവനെ കണ്ട് അവൾ വാ തുറന്നു നിന്നു. വിധു അടുത്തു വന്ന് അവളെ മൊത്തത്തിലൊന്ന് നോക്കി. വാ തുറന്ന് കണ്ണും മിഴിച്ച് നിൽക്കുന്നവളുടെ തലയിലൊന്ന് വിധു കൊട്ടിക്കൊടുത്തു. വേദന എടുത്തവൾ തല തടവി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് തല കുടഞ്ഞു. നിങ്ങളെന്താ ഇവിടെ? നിന്നെ പെണ്ണ് കാണാൻ. വിധു ചുണ്ട് കടിച്ചു പിടിച്ച് കൈകെട്ടി ചിരിയടക്കി പറഞ്ഞതും അവൾ ജെറ്റ് വിട്ടതുപോലെ അകത്തേക്ക് ഓടിയിരുന്നു. വിധു ഇതെന്തു കൂത്ത എന്ന ഭാവത്തിൽ അവൾ പോയ വഴിയെ നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറി. സുധ കയ്യിൽ കരുതിയിരുന്ന ബേക്കറിയും ഫ്രൂട്ട്സും സുജാതയുടെ കയ്യിൽ സ്നേഹത്തോടെ ഏൽപ്പിച്ചു. അരുണിയുടെ അച്ഛൻ രാധാകൃഷ്ണൻ തോർത്തിൽ മുഖം തുടച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞൂടായിരുന്നു ശങ്കരേട്ടാ? രാധാകൃഷ്ണൻ സ്നേഹത്തോടെ പറഞ്ഞു. ഞങ്ങളും ഇന്ന് രാവിലെ വിധു പറഞ്ഞപ്പോഴാണ് അറിയുന്നത് തന്നെ. നീ ഇതങ്ങോട്ട് ചോദിക്ക് കൃഷ്ണ. ശങ്കരൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ വിധുവിനെ നോക്കി. അവൻ്റെ മുഖത്ത് നേരത്തെ ഒരു പുഞ്ചിരിയുണ്ട്. സുധ സുജാതയുടെ കൂടെ അടുക്കളയിൽ പോയിരുന്നു. തിടുക്കപ്പെട്ട് തലമുടി ഒന്നുകൂടി കെട്ടി ഒരു പൊട്ടും കുത്തി അവൾ വേഗത്തിൽ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അത്രയും നേരം അവളെ തേടിയ അവൻ്റെ മിഴികളൊന്ന് തിളങ്ങി. എന്നാൽ ഉടനെ ഗൗരവത്തിലിരിക്കുകയും ചെയ്തു. അതുകണ്ട് അരുണിയൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് വലിഞ്ഞു. അവളുടെ പോക്ക് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. അതിൽ നിറയെ അവളോടുള്ള പ്രണയമായിരുന്നു. ചായയും പലഹാരങ്ങളുമായി സുജാതയും അരുണിയും സുധയും ഹാളിലേക്ക് വന്നു. അച്ഛന്മാർ രണ്ടുപേരും മറ്റുള്ള നാട്ടുവർത്തമാനത്തിലായിരുന്നു. ഒരു കേൾവിക്കാരനെ പോലെ വിധു ഇരുന്നു. ചായ എടുത്ത് കുടിക്ക് ശങ്കരേട്ടാ. സുജാത നിർബന്ധിച്ചപ്പോൾ വിധുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ശങ്കരൻ ചായ കപ്പ് കയ്യിലെടുത്തിരുന്നു. അരുണി വിധുവിനെ തന്നെ നോക്കി നിന്നു. അവനത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിലിരുന്നു. നോക്കിയാലെന്താ, മുത്തു ഒഴിയുവായിന്ന്. ഒരിടം പറട്ട പോലീസ്. വിധുവിനെ നോക്കി മുഖം വീർപ്പിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി. അങ്കിൾ, ഞങ്ങൾ വന്നത് ഒരു കാര്യം സംസാരിക്കാനാ. കാര്യം കുറച്ച് പഴയത് തന്നെയാണ്. വിധു മുന്നോട്ടാഞ്ഞു പറയുമ്പോൾ രാധാകൃഷ്ണൻ അവനെ സംശയത്തോടെ നോക്കി. അങ്കിളിനറിയാലോ വിച്ചുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ നീക്കി വെച്ചൊരു കാര്യമുണ്ട്. ഒരിക്കലും എൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല, മറിച്ച് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കൂടെ നിൽക്കേണ്ടി വന്നു. അല്ലാതെ പണ്ടു വാക്കുന്നൊന്നും മറന്നിട്ടല്ല. വിധു ഗൗരവത്തോടെ പറഞ്ഞു. തെളിച്ചു പറ വിധു, ഒന്നും മനസ്സിലാവുന്നില്ല. രാധാകൃഷ്ണൻ പുരികം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. കാര്യമിതാണ്, അങ്കിളിൻ്റെ മോളെ എൻ്റെ പെണ്ണായി ശങ്കരമംഗലത്തെ മരുമകളായി തന്നേക്കാവോ എന്ന്. അരുണി വാ പൊത്തി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. രാധാകൃഷ്ണനും സുജാതയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു.
എന്നായാലും ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നതാ വിധു. അവളുടെ ആഗ്രഹമല്ലേ ഞങ്ങൾക്കും ഉള്ളൂ. ആണായും പെണ്ണായും ഞങ്ങൾക്ക് ഇവളൊന്നല്ലേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. നിന്നെപ്പോലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടാൻ, നിന്നെപ്പോലൊരു മരുമകൻ കിട്ടാൻ ഇതിൽ കൂടുതൽ ആലോചിക്കേണ്ടതായിട്ടില്ല. രാധാകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് വിധു അരുണിയെ നോക്കി. സന്തോഷം കൊണ്ട് കണ്ണു നിറച്ച് അവനിൽ തന്നെ മിഴികൾ പായിച്ചു നിൽക്കുന്നവളെ കണ്ട് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പോലും പുറത്തേക്ക് വരുമെന്ന് കരുതിയവൻ. പക്ഷേ എനിക്കതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി അറിയണം, വിധു ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും നെറ്റി ചൊളിഞ്ഞു. എന്താ മോനെ? വിച്ചുവിൻ്റെ ബന്ധം പിരിയാറായി. അവൾ വീട്ടിൽ തന്നെയുണ്ട്. ചിലരൊക്കെ പറയുന്ന പോലെ ബന്ധം പിരിഞ്ഞ് എൻ്റെ അനിയത്തി നിങ്ങൾക്കൊരു ബാധ്യതയായി തോന്നുമോ? നിങ്ങളുടെ മകളെക്കാൾ വിച്ചുവിന് ഞാൻ പരിഗണന കൊടുത്തു എന്ന് പറഞ്ഞാൽ നിരസം തോന്നുമോ? അങ്ങനെയെങ്കിൽ വിച്ചുവിനേക്കാൾ മുകളിൽ മറ്റൊരു ചൂസിങ് ഓപ്ഷൻ ഇല്ല. എന്താ വിധു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുന്നിൽ വളർന്ന കുട്ടികളാണ്. ഒരിക്കലും വിച്ചുവിനെയും അരുണിയെയും ഞങ്ങൾ വേർതിരിച്ച് കണ്ടിട്ടില്ല. ചെറിയ പ്രായത്തിൽ നിന്നോട് ഇവൾക്ക് തോന്നിയ ഇഷ്ടം കുട്ടിക്കളിയായി ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ അങ്ങനെയല്ലെന്ന് കാലങ്ങൾ കൊണ്ട് തെളിയിച്ചവളവൾ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ വിച്ചുവിനെ സ്നേഹിക്കുന്ന അരുണിക്ക് അവളൊരു ബാധ്യതയായി തോന്നുമോ വിധു? എത്രയും പെട്ടെന്ന് ആ രാക്ഷസനിൽ നിന്ന് വിച്ചുവിനെ മോചിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് മോനെ. നിറഞ്ഞ മനസ്സോടെ വിധു രാധാകൃഷ്ണന്റെ വാക്കുകൾ കേട്ടു. അവൻ അതായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു നോട്ടം കൊണ്ടുപോലും വിച്ചുവിനെ ആരും വേദനിപ്പിക്കുന്നത് അവനിഷ്ടമല്ല. കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ജോത്സ്യനെ കണ്ട് നിശ്ചയിച്ചതിനുള്ള തീയതി കുറിപ്പിക്കാമെന്ന് സുജാത പറഞ്ഞു. മനസ്സുകൊണ്ട് തുള്ളിച്ചാടിയായിരുന്നു അരുണ നിന്നത്. സുധ ഇറങ്ങാൻ നേരം അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിലൊരു മുത്തം നൽകി. ചെരുപ്പിട്ടിട്ട് തിരിഞ്ഞവൻ ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി. ആദ്യമായി തനിക്ക് നേരെ വന്ന അവന്റെ പുഞ്ചിരിയിൽ അരുണിയുടെ ഹൃദയം 10 മടങ്ങ് മിടിച്ചു. എവിടുന്നോ വന്നൊരു നാണം കൊണ്ട് അവൾ തൂണിന്റെ മറവിൽ ഒളിച്ചപ്പോൾ അവളുടെ ഓരോ ഭാവങ്ങളും അവൻ സ്വന്തം ഹൃദയത്തിൽ ഒപ്പിയെടുത്തു. വിധുവിന്റെ കാർ മുറ്റത്തേക്ക് കയറിയപ്പോഴേ വിച്ചു ആരൂട്ടിനെയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നിരുന്നു. അവളുടെ ഇടുപ്പിലിരുന്ന് കഴുത്തിൽ കൈകൾ ചുറ്റി വെറുതെ അവളുടെ കവളിൽ ഓരോ കടി വെച്ചു കൊടുക്കലാണ് അവന്റെ പണി. ആരൂട്ടൻ എപ്പോഴും അവന്റെ ഇഷ്ടക്കൂടുതൽ പ്രകടിപ്പിക്കുന്നത് കടിയിലൂടെയായിരിക്കും. ഉമ്മറത്തേക്ക് വന്ന സുധ ആ കാഴ്ച കണ്ട് നൊമ്പരത്തോടെ നോക്കി നിന്നു. അവളിലെ മാതൃത്വത്തെ പോലും നിഷേധിച്ച ആദർശനെ ഓർത്ത് അവരുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു. അമ്മയും മകനുമാണെന്നേ കണ്ടാൽ തോന്നുകയുള്ളൂ.